ബാച്ചു. ഞാനും അച്ചുകൂടിയും ഒരു കുക്കിംഗ് വ്ളോഗ് എടുക്കാനായിട്ട് ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ ആബിദ റഷീദ് ആൻറ്റി ഇല്ലേ, പുള്ളിക്കാരുടെ ഒരു ബിരിയാണി റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ രീതിയിൽ. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഇറ്റ്സ് മീ അജു. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം ഗൈസ്. അച്ഛ കിടന്നു, ഇനി കുറച്ച് നേരത്തേക്ക് പോയി കിടക്കും. അതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കാം. എനിക്കൊരു 3 hours ജോലിക്ക് പോകണം. അപ്പൊ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കണം. ഓക്കെ, നമ്മൾ ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. കട്ട് ചെയ്യേണ്ട സാധനങ്ങൾ കട്ട് ചെയ്തു. ഓണിയൻ, മറ്റേ എന്താണ് കശുവണ്ടിയും കിസ്മിസ് ഇതൊക്കെ വറുത്ത് വെച്ചു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. നമ്മൾ അസംബിൾ ചെയ്താൽ മതി അല്ലേ അച്ചു? അതെ അതെ. ആക്ച്വലി മറ്റേ ഉള്ളിയും കാഷ്യൂം കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തില്ലേ, അതേ ഓയിലിൽ തന്നെയാണ് ചിക്കൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചിക്കനാണ് കുക്ക് ചെയ്യേണ്ടത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് റൈസും കുക്ക് ചെയ്യണം. ഇതെനിക്ക് തോന്നുന്നു കോഴിക്കോട് സ്റ്റൈലോ തലശ്ശേരി മലബാറി ബിരിയാണിയാണ്. അപ്പം എനിവേ ഉണ്ടാക്കി നോക്കാം അല്ലേ? നമ്മുടെ എണ്ണ ചൂടാവാറായി. അപ്പം നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇവിടെ ഇല്ലേ, എവിടെ വെച്ചിട്ട് ഈ ക്യാമറയുടെ ആംഗിൾ സെറ്റ് ചെയ്യാൻ പോലും, കാരണം ഇത് നമ്മളുടെ കിച്ചൺ അല്ലല്ലോ, നമുക്കത്ര മീൻസ് ഇവിടുത്തെ ഈ ഒരു സ്ട്രക്ചറാണ്. ശരിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഏത് ആംഗിളിൽ വെച്ചാലും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇരിക്കണത് അല്ലേ? അതുപോലെ തന്നെ എസ്തെറ്റിക്കുമാണ് ഇവിടെ. പക്ഷെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ സവാള വഴറ്റുന്നതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് അതെ, ഓൾറെഡി നെയ്യും ഓയിലും മിക്സ് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ബട്ട് പിന്നെ നമ്മൾ നിറയെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഫ്ലേവേഴ്സ് എൻഹാൻസ് ചെയ്യാനായിട്ട്. ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം വാരിക്കോരി ഇടും. ബിക്കോസ് ഞങ്ങളുടെ അമ്മ അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടാണല്ലോ നമ്മൾ വളരുന്നത്. നമ്മൾ ആക്ച്വലി ഇതിലോട്ടേക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് എടുത്തേക്കുന്നത്. കൈമ റൈസ്, അതായത് ചെറിയ അരിയാണ് ഉപയോഗിക്കേണ്ടത്. കൈമ പോലെ തന്നെയല്ലേ ജീരയും? ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അച്ചു വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ആക്ച്വലി ജീര റൈസ് അല്ലെങ്കിൽ കൈമ റൈസ്, ചെറിയ അരി അയർലാൻഡിൽ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഏഷ്യൻ സ്റ്റോറിലാണെങ്കിൽ നമുക്ക് ബസ്മതി റൈസ് തന്നെ കിട്ടുള്ളൂ. അപ്പം ഇത് യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് മലബാർ ബിരിയാണിക്ക് കുറച്ചുകൂടെ ഫ്ലേവറും ടേസ്റ്റും. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് അധികം നേരം കഴുകി വെക്കണ്ട, കഴുകി തോർത്തി നേരെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റും. ഓക്കെ, ഇത് അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം അത് കുറച്ചൊന്ന് വഴറ്റി വന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ഇടാൻ. ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ടല്ലേ അച്ചു? രാവിലെ ആകെ ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നമ്മൾ സൈഡായിട്ട് നേരെ റൈസ് വെക്കാൻ പോവുകയാണ്. അപ്പം അതിന് നമ്മൾ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് തന്നെയാണ് നമുക്ക് റൈസ് കുക്ക് ചെയ്യാനും വേണ്ടത്. ഇത് ആക്ച്വലി നെയ്ച്ചോറിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. അരി വറ്റിച്ചെടുക്കുക എന്ന് പറയും. ഇത്രയും സ്പൈസസ് ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ റൈസിൻ്റെ നെയ്യും ഓയിലും കൂടി ഉള്ളതില്ലേ, അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പിടി സവാള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഇട്ട് കൊടുക്കണം. ഈ റൈസിലോട്ടേക്ക് ഇട്ടേക്കുന്ന സവാള നമുക്ക് അധികം മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരെ റൈസ് ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കഴുകി നേരത്തെ വാരി വെച്ച റൈസാണ്. നല്ല രസം കേട്ടോ ഈ റൈസ്. ഓ മൈ ഗോഡ്. ോട്ടേക്ക് ചിക്കൻ ഇടാനുള്ള ടൈമായിട്ടോ. 2 പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ റൈസും മറ്റു ചിക്കനിലോട്ടേക്കും ആയി. നമുക്കപ്പോൾ സവാള വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ഇടാം. അതിന് ശേഷമാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇടുന്നത് കേട്ടോ. റൈസ് ഇപ്പോൾ ആക്ച്വലി ഫ്രൈ ആയി. നമുക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കാം. തോന്നണു വെള്ളം ഒഴിക്കാം. നമ്മൾ ആക്ച്വലി വെള്ളം അളന്നിട്ടില്ല കേട്ടോ. റൈസ് ഇട്ടു, അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒഴിച്ചു വെച്ചേക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നീക്കി വെക്കാൻ പോവുകയാണ്. പിന്നെ റൈസിൻ്റെ പരിപാടി നമ്മൾ ഇവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. നമ്മൾ കുക്കർ ജസ്റ്റ് അടച്ചു വെച്ചിട്ടോ. ഞാൻ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടിയും റൈസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ അമ്മ അങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. റൈസ് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനോ അങ്ങനെ എന്തോ ഒരു പർപ്പസിനാണ്, എനിക്കറിയില്ല. പിന്നെ ചെറിയൊരു പുളിയുടെ ടേസ്റ്റും കൂടി കിട്ടും. നമുക്ക് ചിക്കനിലോട്ടേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ട ടൈം ലൈക്ക് ചിക്കൻ ഇട്ട് ഒരു 10 minutes ഒക്കെ ആയി കഴിഞ്ഞിട്ട് ചിക്കൻ്റെ നിറം ഒന്ന് മാറണം അല്ലേ? ഒരു വൈറ്റ് കളർ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം കേട്ടോ. ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഈ 3 സാധനങ്ങളും കൂടി ഒരുമിച്ചാണ്
അരച്ചു വച്ചേക്കുന്നത്. ഇത് ശരിക്കും ചതച്ചാൽ മതി കേട്ടോ. നമ്മളുടെ ചോറ് ആക്ച്വലി ആയിട്ടോ, ദമ്മിടാനുള്ള രീതിയിൽ വേവായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. മീൻസ് ചോറ് നിറഞ്ഞ് നിന്നിട്ട് ഇതേത് ഇത്രയും കൂടി മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആവും തോന്നുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഈ കുക്കിംഗ് ബ്ലോഗൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ചെറിയ കഷ്ടപ്പാടല്ല, കുറച്ച് പണിയുണ്ട്. നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് നിൽക്കുന്നു, കുറച്ച് പണിയുണ്ട്. പിന്നെ നമ്മളിപ്പം ഉണ്ടാക്കുമ്പോൾ പാത്രം കാണിക്കണം, പിന്നെ കുറച്ച് നമ്മുടെ ഫേസ് കാണിക്കണം. അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. പോകെ പോകെ കുക്കിംഗ് ബ്ലോഗ് ഒത്തിരി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം അതിനുള്ള ട്രിക്സും എന്താ പറയുന്നത് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ കിട്ടുമായിരിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഈ സ്റ്റേജിലാണ് നമ്മൾ നല്ല കട്ടിയുള്ള യോഗട്ട് തൈര് ഇടേണ്ടത്. നമുക്കിവിടെ കിട്ടുന്നത് വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം പുളിയുണ്ട്, നല്ല കട്ടിയുള്ള തൈരാണ്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ സവാള വറുത്ത് വച്ചിരിക്കുന്നത് ഇടണം. നമ്മൾ ഇത് അടച്ചു വെക്കുന്നതിന് മുന്നേ ആയിട്ട് തക്കാളി ഇടാന്ന് വിചാരിക്കണം. ഇപ്പം തൽക്കാലം നമ്മൾ ഡെക്കറേഷന് വേണ്ടി വറുത്ത് വെച്ചിട്ടില്ലേ, അതിൽ ഏകദേശം ഹാഫോളം സവാള നമ്മൾ ഇതിലിടണം. ഇതാണ് ഇതിന് കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് ആൻഡ് കളർ എൻഹാൻസ് ചെയ്യുന്നത് ഈ ഒരു വറുത്ത സവാള ഇടുമ്പോഴാണ്. നമ്മളൊരു 2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇടുന്നത്. അത്ര ഇടാം. നമുക്കൊരു 1.5 സ്പൂൺ, നമ്മൾ ചെറിയ സ്പൂണാണ് എടുത്തേക്കുന്നത്, അത്ര ഗരം മസാല നമ്മൾ ഇടുന്നു കേട്ടോ. 1.5 to 2. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ മാറുന്നുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ ഇവിടെ വരുന്നുണ്ട്. എല്ലാച്ചും കാണാൻ കുറച്ച് എസ്തെറ്റിക് ആവാൻ വേണ്ടിയാണ് കേട്ടോ ചെടിച്ചട്ടിയോട് കൂടിയുള്ള മല്ലിയില ഞാൻ വാങ്ങിയിട്ടുണ്ട്. എസ്തെറ്റിക് ആണല്ലോ നമുക്ക് മുഖ്യം. അപ്പം നമുക്ക് അതിൽ നിന്ന് ഒടിച്ചെടുക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ. അച്ഛൻ അതിൽ നിന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. നമുക്കൊരു ഹാൻഡ് ഫുൾ ഓഫ് മല്ലിയില ജസ്റ്റ് എടുത്തിട്ട് ചെറുതായിട്ട് ഒടിച്ച് നമുക്ക് ഈ കറിയിലോട്ടേക്ക് ഇടാം. എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ ഇങ്ങനത്തെ അക്രമങ്ങളൊന്നും കാണിക്കാനായിട്ട്. എൻ്റെ കൈ മുറിയും. ഞാൻ അച്ഛനോട് ചോദിക്കായിരുന്നു കത്തി എടുത്തിട്ട് വന്നത് കണ്ടപ്പോഴത്തേക്കും നിനക്കിതൊക്കെ അറിയുമെന്ന്. അയ്യോ, ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കട്ടെ ഞാൻ ഇവിടെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന്. ഞാനാണ് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അച്ഛനെ കാണിച്ചതാ. അച്ഛനെ ക്യാമറയുടെ മുമ്പിൽ വരിക വേണ്ട, കാണുക വേണ്ട. സെറ്റാണോ? ഓക്കെ, ഞാൻ അച്ഛനെ നിർബന്ധിച്ച് സ്ക്രീനിന്റെ മുമ്പിലോട്ടേക്ക് കൊണ്ടുവരികയാണ്. തിരിഞ്ഞു നിക്കച്ചു. അച്ഛന് ഇഷ്ടായോ ചോദിക്കട്ടെ? അയർലൻഡിൽ വന്നിട്ട് ഇതോടുകൂടി എന്റെ പുറത്തോട്ട് ഇനിയൊരു മടക്കി വരവില്ല. പുറത്തോട്ടേക്കുള്ള എന്റെ ജീവിതാഭിലാഷവും എല്ലാം തീർന്നു എന്നാണ് അച്ചു ഇപ്പോഴേ എൻ്റെ അടുത്ത് പറയുന്നത്. സ്ഥലമൊക്കെ കാര്യമൊക്കെ അടിപൊളി തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അച്ഛന് കുറച്ച് ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഓൾ സെറ്റാ. അതെ, അത് എന്താ പറയാ കോസ്മെറ്റിക്സ് ഇട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ ഇവളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്ന 2-3 വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് എനിക്ക് ടൈം കിട്ടുന്ന പോലെ ഞാൻ ഇടും. എൻ്റെ ഫോൺ ആക്ച്വലി ഫുള്ളാണ്, നമ്മൾ കുറേ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടണ്ടേ. നമ്മൾ അതുപോലെ എപ്പോഴും പുറത്തു പോകുന്നുണ്ട്, അല്ലാത്തപ്പോഴത്തേക്കും ജോലിക്ക് പോകണം അല്ലേ അച്ചു? എന്തൊക്കെ കഷ്ടപ്പാടാവും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം നമ്മൾ കൂടുതൽ കഴിക്കുന്ന സാധനം അമ്മ വറുത്ത് വെക്കുന്ന ഉള്ളി, കാഷ്യൂ, കിസ്മിസ്. അച്ചൂടെ തന്നെ അത് ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഞാൻ കൂടുതൽ കഴിക്കാറുണ്ട്. ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ പെറുക്കി കഴിക്കല് കുറവാണ്. കുക്ക് ചെയ്യുന്നവർ ചെയ്യില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ഉണ്ടോ നമ്മളുടെ ചിക്കൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതിലോട്ടേക്കാണ് നമ്മളിനി റൈസ് ഇട്ട് ദം ചെയ്യാൻ പോകുന്നത്. ചിക്കൻ വെന്താച്ചു? ചിക്കൻ വെന്തോ നമ്മളപ്പോൾ നേരെ റൈസ് ഇടാനുള്ള പരിപാടിയിലോട്ടേക്ക് പോവാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ചോറിട്ട് അടച്ചു വെക്കുന്നു, നമ്മൾ ലെയർ ചെയ്യുന്നു, അതിൽ നമ്മൾ ഡെക്കറേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നു, കുറച്ച് നെയ്യ് ഇടുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മ ചെയ്യുന്നതാണ് കേട്ടോ, ഓരോ ലെയറിലും കുറച്ച് ഈച്ചെ ഗരം മസാല ആഡ് ചെയ്യും.
എന്തോ നല്ല ടേസ്റ്റാണ് അതിന്. നിങ്ങൾക്കത് ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. ഇതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഞങ്ങൾ പറയാൻ മറന്നുപോയി, നമ്മളുടെ അമ്മ ഒരു ഗ്രേറ്റ് ഷെഫാണ് അല്ലേ അച്ചു? എന്തുണ്ടാക്കിയാലും അടിപൊളി. ആഡ് ചെയ്യാം. അയ്യോ, അമ്മ അപ്പനൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ മക്കളെ ഈ പണിയൊക്കെ എടുക്കുന്നതെന്ന് ഓർത്തിട്ട് വിഷമിക്കും. അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ലെയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മളൊരു പിഞ്ച് ഗരം മസാല ആഡ് ചെയ്യാണ്. നമുക്കിനി ബാക്കിയുള്ള റൈസ് കൂടെ ഇടാം കേട്ടോ. നമ്മൾ ആക്ച്വലി 1 kg ചിക്കനും 1 kg റൈസ് തന്നെ എടുത്തായിരുന്നു. ചേച്ചിക്ക് ഇത്ര വേണ്ട, മുന്തിരി കുറച്ചെടുത്തോ, എനിക്ക് കാഷ്യോ വേണ്ടത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ വീട്ടിൽ നമ്മളില്ലാത്ത സമയത്താണ് അമ്മ ദം ചെയ്യണമെങ്കിൽ അമ്മ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും. ഇതെനിക്ക്, അതായത് ഇത് ആജലിന്, ഇത് അച്ചുവിന്, ഇത് അപ്പന്, അങ്ങനെ 3 പോർഷനായിട്ട് മാറ്റി വെക്കും കേട്ടോ. കാരണം അമ്മ ഒളിപ്പിച്ച് വെക്കും നമുക്ക് തരാണ്ട്, അല്ലേ അച്ചു? മേളിലോടെല്ലാം കയറ്റി വെക്കുക. അല്ലെങ്കിൽ പിന്നെ ദമ്മിടുന്ന സമയമാകുമ്പോഴത്തേക്കും അതെ, ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നത്, ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം അടി ഉണ്ടാവുന്നത് ഇതിന്റെ പേരില്ല. അപ്പൊ ആക്ച്വലി നമ്മളുടെ കുക്കിംഗ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. നമ്മളിത് ദമ്മ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. വേണമെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് മേളിൽ വേണമെങ്കിൽ വെയിറ്റ് കയറ്റി വെക്കാം. ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇത് രണ്ടും അല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിൽ അമ്മ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളുടെ ദോശക്കല്ലില്ലേ, നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ല്, നല്ല കട്ടിയുള്ള, അത് നന്നായിട്ട് ചൂടാക്കും. അത് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളുടെ ഈ ബിരിയാണി ചെമ്പെടുത്ത് വെക്കും. അതും ഒരു ടൈപ്പ് ഓഫ് ദമ്മിൻ്റെ മെത്തേഡാണ് കേട്ടോ. നമ്മളെന്തായാലും ഇത് 2 ചെയ്യുന്നില്ല. നമ്മൾ തൽക്കാലം ഒരു ചെറിയ തീയിലോട്ടേക്ക് ഇത് ഓണാക്കി വെച്ചിട്ട് ഒരു 20 minutes ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അച്ഛനെ കൂടി കൊണ്ട് വിളിക്കാം. വാ വാ. അച്ഛന് അത്ര ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരാൾ. ഞങ്ങൾ രണ്ടുപേരും സ്വഭാവം നേരെ എന്താ പറയുന്ന ഓപ്പോസിറ്റാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്ട്രോവേർട്ടാണ്. എനിക്കിതൊക്കെ കുറേ കാലങ്ങളായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതെ, ഇതൊക്കെ എന്ത് നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലേ അച്ചു? അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അയ്യോ, നമുക്കൊരു അലാറം വെക്കാം. ഹേയ് സിറി, സെറ്റ് എ ടൈമർ ഫോർ 20 minutes. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഇതിവിടെ വെച്ചിട്ട് ഇതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല. എന്തായാലും ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാം. കൈൻഡ് ഓഫ് ബ്ലൂപ്പേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാം ആസ് ഓൾവേസ്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, അല്ലേ അച്ചു? അപ്പോൾ എല്ലാവർക്കും ബൈ. ഞങ്ങളുടെ കുക്കിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്ക് കുറേ ഞൊസ്റ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിലെയും എന്താ പറയുന്നത് അതിനോട്. അമ്മയുടെ കാര്യങ്ങൾ, അമ്മേനെയാണ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അമ്മ ഉണ്ടാക്കുന്ന മട്ടൻ ബിരിയാണിയൊക്കെ വേറെ ലെവൽ ആണ്. നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല. അമ്മാതിരി ടേസ്റ്റാണ്. അതുപോലെ അമ്മയുടെ ബീഫ് സ്റ്റൂ, മട്ടൻ സ്റ്റൂ. ആക്ച്വലി എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മട്ടൻ്റെ കാര്യം പറയുന്നത്. എനിക്ക് വയലിൽ കൊതി വരുന്നു. ഇവിടെ നല്ല മട്ടൻ കിട്ടില്ല. ഇവിടെ ലാമ്പ് കിട്ടും, പക്ഷേ ഇവിടെ മട്ടൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വയലിൽ കൊതി വരുന്നു. പിന്നെ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ അച്ചു വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ 1 of the reason എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണുമ്പോൾ ഉള്ള മെമ്മറി. അത് ഞാൻ ആ ക്രിസ്മസ് വ്ളോഗിൻ്റെ ലാസ്റ്റും പറഞ്ഞു. പിന്നീട് ഞങ്ങൾക്കിത് വർഷങ്ങൾക്ക് ശേഷമൊക്കെ കാണുമ്പോഴും ഓക്കെ, ഞാൻ ഇങ്ങനെ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് ഇരിക്കുകയുള്ളൂ. ഒരു കാര്യവും ഞാൻ കിച്ചണിൽ പോയിട്ട് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അതായത് പണ്ടത്തെ ഞാൻ തന്നെ ആയിരിക്കും നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ടെന്തായിരുന്നു ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കര അത്ഭുതമാണ്. ഇത് കാണുമ്പോൾ ഒബ്വിയസ്ലി അപ്പനും അമ്മയും അത്ഭുതപ്പെടുന്നുണ്ടാവും. ഓ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ അവർ വിചാരിക്കും അച്ഛനെ കൊണ്ട് പണിയെടുപ്പിച്ചെന്ന്. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നുണ്ട്. സംസാരിക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ബൈ ബൈ പറഞ്ഞു. സോ ഗൈസ്, ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. ചെമ്പൊക്കെ പൊട്ടിച്ചു. ഞങ്ങൾ കുറച്ച് ഫോയിൽ പേപ്പർ വെച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ അടുപ്പിന് കുറച്ച് ഊട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ അച്ചു? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഓക്കെ,
ഞാൻ കുറച്ച് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആയി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. ഒരു പ്രൊഫഷണൽ ഷെഫൊന്നുമല്ല, നമ്മൾ നമ്മുടെ കൈകളിൽ മാത്രം ഉണ്ടാക്കിയ സാധനങ്ങളാണെല്ലാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ബിരിയാണിയുടെ. നമ്മളൊരു സാലഡും ഉണ്ടാക്കി, പിന്നെ അച്ചാറൂടെ ഉണ്ടായിരുന്നു. ഇഷ്ടമായി അച്ചു? അച്ഛനാണ് മെയിൻ ഷെഫ്. എങ്ങനെയുണ്ട്? അച്ഛൻ ഉദ്ദേശിച്ച പോലെ ആയോ? ഓക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞതിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നീട്ടുണ്ട്. സൂപ്പറാണ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്.